ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹി അമ്മാ ബഅദ്. സൂറത്ത് ത്വാഹ 99, 100, 101 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. കദാലിക, ഈ അക്ഷരങ്ങളൊക്കെയും ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഒന്നിനും തഫ്ഖീം ഉണ്ടാവുകയില്ല, തർഖീഖാണ്. കദാലിക എന്ന് പറയേണ്ട. കദാലിക നഖുസ്സു, നഖുസ്സു നൂന് ഇസ്തിഫാലിൻ്റെ തർഖീഖ് ചെയ്യേണ്ട അക്ഷരമാണ്. എന്നാൽ ഖാഫും സ്വാദും ഇസ്തിഅലാൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. നഖുസ്സു, നഖുസ്സു അലൈക, അലൈക മിൻ അംബാഇ. മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അംബാഇ, ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ബാവും വരുന്നുണ്ട്. നൂനിന് മുകളിൽ ചെറിയതായ ഒരു മീം എഴുതിയത് നമുക്ക് കാണാം. ഇഖ്ലാബ് ചെയ്യേണ്ട അക്ഷരമാണ്. ഇവിടെ ഇഖ്ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂനിനെ മീമാക്കി മാറ്റി മണിക്കുക എന്നതാണ്. ഫലത്തിൽ മീമ് സാക്കിനതായ മീമ് ബാഹിന് മുമ്പിൽ വരുമ്പോഴുള്ള ഇഖ്ഫ ഷഫവി എന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിത്തീരുന്നത്. അഥവാ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് മീമിനെ ഉച്ചരിക്കുക. ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം അത് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മാ ഖദ് സബഖ, മാ ഖദ് സബഖ. മാ എന്നത് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ഖദ് എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം കൊടുക്കുന്ന ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ഖദ് ദാലിന് സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. സബഖ എന്നതിൽ വഖഫ് ചെയ്യുന്നു. സബഖു എന്ന് പറയുമ്പോൾ ഖാഫിൽ ഖൽഖല കുബ്രയാണ്. വഖഫിൻ്റെ സന്ദർഭമാകുമ്പോൾ ഖൽഖല കുബ്രയാണ്. അല്പം കടുപ്പിച്ച് മധ്യത്തിൽ വരുന്ന പാരായണത്തിനിടയിൽ വരുന്ന ഖുതുബജദ് ഖൽഖലയുടെ അക്ഷരത്തിൽ നിന്നും വ്യത്യസ്തമായി വഖഫിൻ്റെ സന്ദർഭത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കി കേൾപ്പിക്കുക എന്നതാണ് ഖൽഖല കുബ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബഖു, സബഖു എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമും കൂടി ഉണ്ടാകും. തടിപ്പിച്ച് ഖാഫിനെ ഉച്ചരിക്കണം. ഇവിടെ തഫ്ഖീമിൻ്റെ ഹർഫുകൾ നാം വേർതിരിച്ച് എണ്ണി പറഞ്ഞു. അതല്ലാത്ത ഇതുവരെ വന്ന എല്ലാ അക്ഷരങ്ങൾക്കും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർഖീഖാണ് എന്നത് ശ്രദ്ധിക്കുക. വഖദ് ആതൈനാക, വഖദ് വ എന്നത് 2 ചുണ്ടിൽ നിന്ന് തന്നെ വാവ് വരണം. താഴെ ചുണ്ടും മേലെ പല്ലുമല്ല. തെറ്റാണ് അങ്ങനെ ഉച്ചരിക്കൽ. വ ഇസ്തിഫാലിൻ്റെ ഹർഫാണ്, തർഖീഖാണ്. ഖദ് ഖാഫിന് തഫ്ഖീമുണ്ട്. ദാലിന് ഖൽഖല സുഗ്റ സുക്കൂൻ. വഖദ് ആതൈനാക, ഈ അക്ഷരങ്ങളെല്ലാം തർഖീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ആതൈനാക മിൻ ലദുന്ന, മിൻ എന്നതിൽ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുകയാണ്. നൂനിൻ്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവുകയില്ല. ലാമിൻ്റെ ശബ്ദുള്ള ലാമാണ് പിന്നീട് ഉച്ചരിക്കുക. മിൻ ലദുന്ന, നൂൻ മുഷദ്ദദയുണ്ട്. ശബ്ദുള്ള നൂനിനെ മണിക്കണം. ദിക്റ, ദിക്റ കാഫിൻ്റെ സുക്കൂൻ ഹംസ് വ്യക്തമാക്കി കേൾപ്പിച്ചുകൊണ്ട്, അഥവാ ഹംസും ഷിദ്ദത്തും സംഗമിച്ച അക്ഷരമാണ് കാഫ്. ദിക്, ദിക് എന്നുള്ള ആ ശബ്ദം അത് വ്യക്തമായി ഉച്ചരിക്കുക. എന്നാൽ ദിക്റ എന്ന ശബ്ദം ഹറക്കത്ത് പോലെ ഖൽഖല നൽകി ചലിപ്പിക്കരുത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്റ, റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. മൻ അഅറദ അൻഹു, മൻ അഅറദ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഐന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക. റാഉം ശേഷം ദ്വാദും എല്ലാം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. മൻ അഅറദ അൻഹു സാക്കിനത്തായ നൂനും ശേഷം ഹാഉം ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കണം. ഫഇന്നഹു യഹ്മിലു, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ. ഹാ ഉദ്ദമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം കൊടുക്കുക. മദ്ദുസിലത്ത് സൂറ. യഹ്മിലു,
يوم القيامة وزرا يوم القيامة ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റ ആയതുകൊണ്ട് القيامة وزرا വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. റായിനും അലിഫിനും തഫ്ഖീമാണ്. വിസ്റാ ഖാലിദീന ഫീഹി അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫീഹ് എന്ന് ദീർഘം നൽകിയും ഹാഇന് സുക്കൂൻ നൽകിയുമാണ് വഖഫ് ചെയ്യേണ്ടത്. ദീർഘം എന്നത് മദ്ദ് സുക്കൂനാണ്, അത് ജായിസായ ദീർഘമാണ്. ഖാലിദീന ഖാ എന്ന് പറയുമ്പോൾ ഖായിനും അലിഫിനും തഫ്ഖീമുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാ എന്ന് തടിപ്പിച്ച് പറയണം. ഖാലിദീന ഫീഹി വസാഅലഹും മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ നിർബന്ധമായും 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വസാഅലഹും ലഹും എന്നതിലെ സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഹും യൗമൽ ഖിയാമത്തി ഹിംല. അൽ ഖിയാമത്തി നേരത്തെ വന്ന പദമാണ്. ഖാഫിന് കസ്ർ കുറഞ്ഞ തഫ്ഖീമാണ്. യൗമൽ ഖിയാമത്തി ഹിംല ഹ വ്യക്തമായി ഉച്ചരിക്കുക മഖ്റജിൽ നിന്ന്. ഹിംല എന്നതിലെ സാക്കിന തമീമിന് ഇൽഹാർ ഷഫവി അല്പം പോലും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കുക. ഇതുവരെ നാം സൂചിപ്പിച്ച ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളായ ഖ, സ്വാദ്, ദ്വാദ്, ത്വ, ള, ഗൈൻ, ഖാഫ് ഇവ എപ്പോഴും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഇവയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അക്ഷരങ്ങളല്ലാത്തവ തർക്കീഖ് ചെയ്യേണ്ടവയാണ് ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. എന്നാൽ റാഇന് ചില സന്ദർഭങ്ങളിൽ തഫ്ഖീം വരും. അതുപോലെ ലാമുൽ തഫ്ഖീം ചെയ്യപ്പെടുന്ന ലാം, ഇസ്മുൽ ജലാലയിൽ വരുന്ന അല്ലാഹ് എന്ന പദത്തിലെ ലാം, ഇവ ഒഴിച്ച് എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എപ്പോഴും ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ എന്നതും ആണ് പൊതുവെ നാം അറിയേണ്ട കാര്യം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا. من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا.